രാജശയ്യ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കണ്ട പൈനാപ്പിൾ പുട്ട്. അപ്പൊ ഈ പൈനാപ്പിളിനെ ഒന്ന് ഒരു വെട്ടി രൂപ ഈ വൃത്തിയായി വെട്ടിയില്ലെങ്കിൽ മൊത്തം പുലു മൊത്തം എരിയ എന്താ പറയാ കുത്തും. അത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പൊ ഇതിനെയൊക്കെ ഒരു ബാഗ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കണ്ടോളി. ഇതിനിങ്ങനെ ഇങ്ങനെ തലയൊന്ന് പൊട്ടിച്ചെടുക്കുക. വെട്ടി നേരെ വെട്ടിയില്ലെങ്കിൽ മൊത്തം മറ്റേ ഞാൻ പറഞ്ഞ എന്താ പറയാ ചൊറിയാൻ തുടങ്ങും. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോളി. ചെറുതെടുത്തിട്ട് എന്താ പറയാ രണ്ടാളൊന്നും ഇപ്പൊ രണ്ടാളും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ രണ്ടാളും മാത്രം വീഡിയോ എടുക്കുന്ന ആളാരാണ് വിജയാണതിന് വീഡിയോ എടുക്കണം. എന്താ വീഡിയോ എടുക്കുന്ന ആളില്ല. എനിക്ക് രണ്ടാൾ കൂടി എടുക്കാൻ പറഞ്ഞിരുന്നോ ചെറുതേരം ആൾക്കാരൊക്കെ ഉണ്ടായതാ. ഇതിന്റെ മുള്ളിന്റെ ഈ മുള്ള് ഭാഗങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഞങ്ങൾ പീസ് ആക്കി എടുക്കണം. പീസ് ചെറിയ എത്ര നീളത്തിൽ ഇങ്ങനെ ഒരു കഷ്ണത്തിന് മിക്സിന്റെ ജാറിലിടണം. അപ്പൊ മിക്സിന്റെ ജാറിലിടുന്ന മാതിരി ഒരു ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുക്കണം. വെട്ടിയെടുക്കണം. ചെറിയ പീസായിട്ട് വെട്ടിയെടുക്കണം. മിക്സിന്റെ ജാറിൽ കൊള്ളണം, അത്ര തന്നെ എനിക്ക് പറയാൻ ചെയ്തോളൂ. സൂപ്പർ സൂപ്പർ. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. പുട്ടുപൊടിയിലേക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കുക. പുട്ടുപൊടി തന്നെ വേണം കേട്ടോ. അത് പൊടിച്ചത് വേറെ ഏതെങ്കിലും പറഞ്ഞില്ല കേട്ടോളി. പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പൊ ഈ പുട്ടുപൊടി തന്നെ വേണം കേട്ടോളി. പൈനാപ്പിൾ അപ്പൊ മിക്സിയിലിട്ട് അരച്ച ഒരു കുഴമ്പ് രൂപത്തിൽ ആയിട്ടുണ്ട്. അതായത് എന്താ പറയാ ഒരു പേസ്റ്റ് പോലെ പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊട്ടി അങ്ങോട്ട് കൊടുക്കുക. കൊട്ടി കൊടുത്തിട്ട് കുഴച്ച രൂപത്തിൽ കുറ്റിപ്പുട്ടിന് മാതിരിയുള്ള പാവം പോലെ ആക്കിയെടുക്കണം. അപ്പൊ ഈ നമ്മുടെ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് അഴിച്ച് ഒരു ഇതാക്കുക. അപ്പൊ ഇതിങ്ങനെ കുഴച്ചെടുക്കുക. കുഴച്ച് ഉണ്ടാക്കണുള്ളൂ. ഇതിൽ മധുരം കുറച്ച് വേണം. അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇതിൽ മേലേക്ക് ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് ഒരുപാടും പറഞ്ഞിട്ടോ. ഒരു ഇത് അതായത് പൈനാപ്പിൾ ആയതുകൊണ്ട് ഒരു പ്രത്യേക മണം ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് നിങ്ങളുടെ മധുരം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ എന്താ കുറച്ചോട്ടോ ഒരു കൈക്ക് ഇതെത്ര ഈ അളവിൽ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അപ്പൊ കുറ്റിപ്പുട്ടിന്റെ എന്താ പറയാ കുഴല്. അപ്പൊ കുഴലിൽ ഈ ചില്ലുണ്ടല്ലോ, ചില്ല് ഇടാണ്ടിരുന്ന സംഭവം പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ചില്ല് ഇടണ്ടോളി. അപ്പൊ ചില്ല് ഇത് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് വേണ്ട ഇതിന്റെ ഒരു ഭാഗത്ത് കറക്റ്റ് സ്റ്റഡി ആയിട്ട് ഇടുക. ഇതാണ് മെയിൻ കാര്യം. ചില്ലിടാണ്ടിരുന്നത് സംഭവം പ്രശ്നമാകും. ചില്ലിടാണ്ട് ആരും ചെയ്യില്ല. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്നും വിചാരിക്കണം. ഇതൊക്കെ ഞങ്ങളുടെ പാലക്കാടുള്ള ഒരു സംഭവം സ്റ്റൈലാണത്. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഇത് ചില്ലിട്ട ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരക്കുന്നത് ഇതിലിങ്ങനെ അടിയിലിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷമാണ് അപ്പൊ ഒന്ന് കുറച്ച് തേങ്ങ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ പുട്ട് മിക്സിങ്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു വീതം ഒരു സൈസ് ഉണ്ടല്ലോ, നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പൊ അതാണ് അതിന്റെ അളവ്. ഒരുവിധം അതിൻ്റെ അപ്പൊ ഒരുവിധം കുറച്ചായി കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടി തേങ്ങ ഇടുക. എന്നിട്ട് പൈനാപ്പിൾ കൊണ്ട് മിക്സ് ചെയ്ത ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തേങ്ങ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പൈനാപ്പിൾ മിക്സ് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിന്റെ ഇത്. അപ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണ്ടോളൂ. അപ്പം ഞാൻ പറഞ്ഞതിനകത്ത് വേണ്ട. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ നേരെ പോലെ ഒക്കെ ചെയ്യുക. ഇതിൻ്റെ അവസാനമായിട്ട് ഇതിന് മേലെയും കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ഇതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് ഇതുണ്ട് വെറുതെ വെച്ച് കൊടുത്താൽ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ സംഭവമൊന്നുമില്ല. അത് ഇങ്ങനെ വെച്ച് ഇതിൽ കൂടെ എയർ വരുമ്പോൾ തന്നെ അത് അറിയാം നമുക്ക്. അപ്പോൾ അതിൽ 3 ലെയറായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ചട്ടി അടുപ്പ് വെക്കുമ്പോൾ അപ്പോൾ വിറകുണ്ടാക്കണം. അപ്പോൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിറക് കുറച്ച് പട്ടയിലാണ് കത്തിക്കുന്നത്. വിറക് കുറച്ചേ ഉള്ളു. അപ്പോൾ പിന്നെ പട്ടയിൽ കത്തിക്കാൻ പറ്റുന്നത്. കുറ്റിപ്പുട്ട് ചട്ടി ഇതിലേക്ക് വെക്കണം. ഇത് സംഭവം വലിയ അടുപ്പ് പറ്റില്ല. അപ്പൊ നീളക്കൻ കല്ലിൽ ഇപ്പൊ നീളക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഉള്ളിൽ പോകാനും പാടില്ല. അപ്പൊ ഇതിങ്ങനെ കറക്റ്റായി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുപ്പൊന്ന് കത്തിക്കാം. ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ ഈ പാലക്കാട് സ്റ്റൈലാണ് ഇതൊക്കെ ഈ പരിപാടികളൊക്കെ. ഇതപ്പോ അടുപ്പ് കത്തി വെച്ചിട്ടോളി. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കതാ. ഈ അടുപ്പ് ചൂടായിട്ടുണ്ട് നമ്മൾ അടുപ്പ് ചൂടായിട്ടോളി. അപ്പൊ വെള്ളം ഒരു ഏകദേശം ചെറുതായി ചൂടായി വരുന്നുണ്ട്, സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് നമ്മൾ ഉണ്ടാക്കി പുട്ടിന്റെ ഇത്
ഇതിനെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ഇതങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടല്ലേ മെല്ലെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. കണ്ട പുക വരുന്നിട്ടോളി, പുക വരുന്നിട്ടോളി, പുക വരാൻ തുടങ്ങി. പൈനാപ്പിളിന്റെ ഒരു മണം വരാൻ തുടങ്ങിയിട്ടോളി. അപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല എടുക്കാം. കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഒരു തുണി എടുക്കുക. തുണി എടുത്ത് നിങ്ങൾ പിടിക്കണം. പോയി വേജാറെ പിടിച്ചിട്ട് ഇത് പോയി പിടിച്ചാൽ ആമത്തെ പുലിവാവും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കുറ്റിയായിട്ടുണ്ട്. അപ്പൊ അതാ കുറ്റിയായിട്ടുണ്ട്. സൂത്രക്കോല്, ഈ സൂത്രക്കോല് കൊണ്ട് ഇതിലിങ്ങനെ പിടിച്ച് തള്ളിയ പുട്ട് വരും. ഇത് കേട്ടോ, മേലുള്ളത് എടുക്കട്ടെ. പോരട്ടെ 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 പോരട്ടെ. ആവി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോളി. കേട്ടാ, ഞാൻ പറഞ്ഞില്ല കേട്ടാ. നോക്കടാ. വരട്ടെ 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 വരട്ടെ. റെഡി റെഡി റെഡി. കണ്ടോ, അതായത് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേനും ഒരു കട്ടി വേണം. അപ്പോൾ എന്താ പറയാ, എന്താണ് പറയാ, കട്ടിയിലാക്കിയില്ല പറഞ്ഞാൽ കണ്ടപ്പോൾ ഈ ഭാഗം ഒന്ന് പൊട്ടി വന്നു. കണ്ട, അത് കാര്യമില്ല, പൊട്ടിയ കുഴപ്പമൊന്നുമില്ല. സംഭവം ഇതാണ് അതിൻ്റെ ഇത്. ഒരുപാട് ലൂസിലാക്കി കഴിഞ്ഞാൽ ഒരുവിധം ഒരു ചെറിയൊരു അളവ് അതിലില്ല പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം മൊത്തം പുലിവാർ ഇതെങ്ങനെ ഉടഞ്ഞു വരും. അത് കാര്യമില്ല. അതപ്പോൾ നമുക്ക് കുറ്റിപ്പുട്ടണമെന്ന് അങ്ങനെ കുറ്റിയോടെ കഴിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും പപ്പടം, ഇതിലൊരു പുട്ടിനൊരു പപ്പടം, പുട്ടും പപ്പടം പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പുട്ടും പപ്പടം കൂടി ഇതിൽ ഇങ്ങനെ എടുക്കുക. പപ്പടം ഇതിനും കൂടി മിക്സ് ചെയ്യണം. ഇതിന് അങ്ങനെ ഒരു പ്രത്യേക കറിയൊന്നും എടുത്ത് വെറുതെ കഴിക്കുന്നത്. സംഭവം എന്താ പറയാ, സൂപ്പറായില്ല. പൈനാപ്പിളിന് മണം ഞാൻ പറഞ്ഞ പോലെ സംഭവം ഒരു രക്ഷയില്ല. പൈനാപ്പിളിന്റെ ഒരു മണമുണ്ട്. അത് പറഞ്ഞാൽ പോലെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. സംഭവം മധുരം ഉണ്ടാവുമല്ലോ. അപ്പൊ മധുരം വന്നിട്ട് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് കറി വേണം, ചട്നി വേണം, അതങ്ങനെയാണ് സംഭവം. ഇത് വെറുതെ കഴിക്കാം. നമ്മൾ കുട്ടികൾക്ക് ഒരു പീസ് എടുത്ത് കഴിയും. ഒരു പപ്പടത്തിന്റെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പർ. അപ്പോൾ ഈ പപ്പടം കൂടി ചേർത്തിട്ട് ഓക്കെ. സംഭവം പറഞ്ഞ രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. ആഹാ, എന്ത് രസം. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. രാജസയ്യ രാജസയ്യ.